തിങ്ങി നിറഞ്ഞ സദസ്സ്, കഥാപാത്രങ്ങളുടെ വേദന കണ്ണീർ നനവോടെ ഏറ്റുവാങ്ങി കാണികൾ. ഒടുവിൽ അതിജീവനത്തിന്റെ മാതൃക തീർത്തപ്പോൾ കയ്യടിയോടെ വരവേറ്റു അവർ. ഗുസ്തി ഇതിഹാസം വിനേഷ് ഫോഗട്ടിന്റെ ജീവിതവുമായി സാമ്യമുള്ള ഫൈറ്റർ എന്ന നാടകം വേദിയിലെത്തിയപ്പോഴുള്ള കാഴ്ചകളായിരുന്നു ഇത്. നാടകം എങ്ങനെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ച കൂടിയായിരുന്നു അത്. കായിക താരം ചിന്നയായി അശ്വയ കൃഷ്ണ വേദിയിലെത്തിയപ്പോൾ കാണികളുടെ മനസ്സ് നിറയെ ഇന്ത്യൻ ഗുസ്തി ഇതിഹാസം വിനേഷ് ഫോഗട്ടായിരുന്നു. പരിശീലകനിൽ നിന്നും ഗുസ്തി താരങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡനം കോഴിക്കോട് മാനാഞ്ചിറ BEM HSS വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിഭാഗം നാടകവേദിയിലെത്തിച്ചപ്പോൾ സദസ്സ് മൂകമായി. ക്രൂരമായ പരിശീലകയിൽ നിന്നും ചിന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ നേരിട്ടപ്പോൾ കാണികളുടെ കണ്ണുകൾ നിറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവും അരമണിക്കൂർ മാത്രമുള്ള ഫൈറ്റർ നാടകത്തിന് മറ്റൊരു വിഷയമായി തീർന്നു. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ കയ്യേറിയ മനുഷ്യന്റെ സ്വാർത്ഥതയോട് മൃഗങ്ങൾ തിരിച്ച് പ്രതിരോധം തീർക്കുമ്പോൾ നിഷ്കളങ്കരായ മണ്ണിന്റെ മക്കൾ പോലും അതിൻ്റെ ഇരകളാക്കപ്പെടേണ്ടി വരുന്നതിൻ്റെ നിസ്സഹായത നാടകത്തിൽ ചർച്ചയായി. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ലോകത്തിന്റെ ഉയരങ്ങൾ കീഴടക്കാൻ കൊതിച്ച പെൺകുട്ടിയെ കായിക പരിശീലകയും അധികാര കേന്ദ്രങ്ങളും തകർക്കാൻ ശ്രമിക്കുമ്പോഴും തളരാത്ത അവളുടെ പോരാട്ടവീര്യം സദസ്സിന്റെ നിറഞ്ഞ കയ്യടി നേടി. നാടകം സദസ്സ് ഏറ്റെടുത്തതിന്റെ ആവേശത്തിലായിരുന്നു കേന്ദ്ര കഥാപാത്രമായ ചിന്നയെ അവതരിപ്പിച്ച അശ്വയ കൃഷ്ണയും നാടക സംവിധായകൻ K ബിനീഷും സംഘവും. ഫിസിക്കലി കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ പേർക്ക് വീണിട്ടും അങ്ങനെയൊക്കെ കുറേ പറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് BP കുറഞ്ഞിട്ടും ഫുള്ള് ഞാനും പ്രശ്നമായിരുന്നു. ബട്ട് ഞാനതൊന്നും നോക്കിയില്ല. നമ്മളെ ടീമിനും നമ്മളെ സാറിനും വേണ്ടിയിട്ട് ഞാൻ ആ എഫേർട്ട് നല്ലോണം എടുത്തു. ബോക്സിങ്ങും പഠിച്ചു. മനുഷ്യനാണോ ആദ്യം അവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ മൃഗങ്ങളായിരുന്നോ? അത് ആദ്യകാലം തൊട്ട് ഉള്ളൊരു സംഘർഷം. അത് നമ്മൾ ആ തുടക്കം തന്നെ അതിൻ്റെ ഒരു ഇമേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് മുഴുവൻ നടക്കുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്ത് ഈ അരമണിക്കൂറിനുള്ളിൽ അഡ്രസ്സ് ചെയ്ത് പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഇങ്ങനെ സാധിച്ചു. ക്രൂരയായ പരിശീലകയുടെ വേഷത്തിലെത്തിയ ഫിദ എല്ലാ ക്രെഡിറ്റും നൽകുന്നത് നാടക സംവിധായകന് തന്നെയാണ്. അങ്ങനെ മാതൃക ആയിരിക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾക്ക് ജീവിച്ചു ജീവിച്ചു. കരുത്തുറ്റ പ്രമേയവുമായി സദസ്സിന്റെ മനം കവർന്ന് കോഴിക്കോട് മാനാഞ്ചിറ BEM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ തിരശ്ശീലയിൽ നിന്നും ഇറങ്ങുമ്പോൾ നാടകത്തിന്റെ കരുത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം വേദിയായ ടാഗോർ തിയേറ്റർ അനുഭവിച്ചറിഞ്ഞത്. ക്യാമറ പേഴ്സൺ ഗോകുൽ കരുണാകരന്റെ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.